ഹലോ. ഞാൻ ഉറക്കം കഴിഞ്ഞിട്ടുള്ളേ നമുക്ക് കൊട്ടാരക്കര ഗണപതി അമ്പലത്തിലൊന്ന് പോകാം. ഇനി സമയം അധികമില്ല, താമസിച്ചു കേട്ടോ. രാവിലെ എണീറ്റിട്ട് പോകണം എന്നൊക്കെ വിചാരിച്ചു. കുറേ നാളെ ഒരു 2 വർഷത്തിന് മേലെയായി നമ്മൾ അമ്പലത്തിൽ പോയിട്ട്. അത് കഴിഞ്ഞിട്ട് ഇന്നാണേ പോകുന്നത്. നമ്മുടെ ആദ്യക്കുട്ടൻ ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പം അതിനോട് മുന്നേ പോയിട്ടുണ്ട്, ഒരുപാട് വട്ടം പോയിട്ടുണ്ട്. അപ്പം ഞാൻ, അമ്മ, ആദ്യക്കുട്ടൻ, തനിമോൾ ഇത്രയും വീട്ടിലായിട്ടാണ് അമ്പലത്തിൽ പോകുന്നത്. നമ്മുടെ ആദ്യക്കുട്ടൻ ഉറങ്ങുവാണോ? തനിമോൾ അപ്പുറത്ത് അമ്മയുടെ അടുത്ത് കിടന്ന് ഉറങ്ങുവാണേ. അമ്പലത്തിൽ പോകുന്ന വിശേഷങ്ങൾ കാണാം, പോയിട്ട് വരുന്ന വിശേഷങ്ങൾ കാണാം. ഏതമ്പലത്തിലാണ് പോകുന്നത്? ഗണപതി. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടെ ഒരുങ്ങി ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രൈവറ്റ് ബസ്സിലാണ് കയറിയത്. പ്രൈവറ്റ് ബസ്സിൽ കയറിയിട്ട് നമ്മൾ ചന്തമുക്കിലാണ് ഇറങ്ങിയത്. അവിടെ നിന്ന് പിന്നെ ഒരു ഓട്ടോ പിടിച്ചിട്ട് നേരെ ഗണപതി അമ്പലത്തിലോട്ട് പോന്നു. വന്നപ്പോഴത്തേക്കിന് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെയാണ് നമ്മൾ പോയത്, സൺഡേ ആയതുകൊണ്ടായിരിക്കും നല്ല തിരക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ കുളത്തിൽ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നേരത്തെ എപ്പോൾ പോയാലും എനിക്ക് കുളത്തിലൊക്കെ ഒന്ന് പോയി നോക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അമ്മ പറഞ്ഞു ഉണ്ണിയപ്പം വാങ്ങണം, ഉണ്ണിയപ്പത്തിന് നമ്മൾ റെസിപ്റ്റ് എടുക്കണമല്ലോ. അങ്ങനെ പോയി ഉണ്ണിയപ്പത്തിനുള്ളതൊക്കെ എടുത്തു. നമ്മൾ കയറി, അമ്പലത്തിനകത്ത് കയറി തിരിച്ച് ഉണ്ണിയപ്പമൊക്കെ വാങ്ങി ഇറങ്ങി. കുളത്തിലൊക്കെ ഒന്ന് പോയിട്ട് തിരിച്ച് റിട്ടേൺ നടന്ന് വന്നപ്പോഴാണ് അമ്മ പറയുന്നത് അമ്മയ്ക്ക് സിന്ദൂരം ഇല്ല, സിന്ദൂരം വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഒരു കട റോഡ് സൈഡിൽ തന്നെ ഉണ്ടല്ലോ, ഒരുപാട് കടകളുണ്ട്. അതിലൊരു കടയിൽ കയറിയിട്ട് നമ്മൾ ചോദിച്ചു. അപ്പം സിന്ദൂരം ഇടുന്നൊരു ചെപ്പും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. ആ ഒരു ചെറിയ ചെപ്പിനും സിന്ദൂരത്തിനും കൂടെ 120 രൂപയാണ് പറഞ്ഞത്. അതും വാങ്ങിയിട്ട് നമ്മൾ പെരിയ ഫ്രണ്ടിലോട്ട് പോവുകയാണേ. നമുക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യ, പിള്ളേരും കൂടെ ഉണ്ടല്ലോ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കണ്ടേ. അങ്ങനെ ഞങ്ങൾ പോകാൻ നേരത്ത് വേറൊരു കടയിലും കൂടെ കയറി. അതിനിടയ്ക്ക് വേറൊരു കട കണ്ടപ്പോഴത്തേനും അമ്മയുടെ കണ്ണുകൾ പോയത് ആ സെറ്റ് സാരിയാണോ സെറ്റ് മുണ്ടാണോ എന്ന് അറിയത്തില്ല, ആ സെറ്റ് മുണ്ടാണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിക്കാൻ നേരത്ത് തനിമോൾക്ക് വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അലമ്പായിരുന്നു. അതുകൂട്ടന്നെ നമ്മളെല്ലാവരും കഴിച്ചു, തനിമോൾ കഴിച്ചില്ല. അത് കഴിഞ്ഞിട്ട് ഒരു ഓട്ടോയിൽ കയറിയിട്ട് നമ്മൾ, അന്ന് തനിമോൾ കുറേ വിഷമം പറഞ്ഞില്ല, എന്നെ കൊണ്ടുപോയില്ല. അങ്ങനെ നമ്മൾ ഹൈപ്പർ മാർക്കറ്റിലാണ് വന്നിരിക്കുന്നത്, കൊട്ടാരക്കര. അതിൻ്റെ മുകളിലാണ് ഈ കുട്ടികൾക്കുള്ള റൈഡ് കാര്യങ്ങൾ കളിക്കാനുള്ള സ്പേസൊക്കെ ഉണ്ട്. നമ്മളവിടെ വന്നു. തനിമോൾക്ക് വന്നപ്പോൾ തന്നെ തനിമോളുടെ കിളി പോയിരിക്കുമോ. തനിമോൾ അതിലും ഇതിലൊക്കെ ചാടി കയറുന്നുണ്ട്. എന്നിട്ട് 2 എണ്ണത്തിൽ ഞാൻ കയറ്റി കേട്ടോ. എന്നോട് പറഞ്ഞു എനിക്ക് അതിൽ കയറണം, ഇതിൽ. പുള്ളിക്കാരിക്ക് മൊത്തം എല്ലാത്തിലും കയറണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷെ നമ്മുടെ കയ്യിൽ ബഡ്ജറ്റും കൂടെ നോക്കണ്ടേ, അതുകൊണ്ട് നമുക്ക് പറ്റുന്ന രീതിയിലാണ് കൊണ്ടുപോയത്. നമ്മൾ എല്ലാത്തിലൊന്നും കയറാൻ നിന്നില്ല, കുറച്ച് ഐറ്റംസിൽ മാത്രം കയറി. ആദ്യക്കുട്ടനും അതേപോലെ തന്നെ അവിടെ കുട്ടികൾക്കുള്ള സ്പേസിലോട്ട് ഇരുത്തിയിട്ട് ആദ്യക്കുട്ടൻ അവിടെ കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ ഒരു സംഭവം കണ്ടോ, ഇതിനകത്ത് കുട്ടി കയറി ഇരിക്കുക, വെറുതെ അങ്ങ് ഇരുന്നാൽ മതി. അതിങ്ങനെ മുകളിലോട്ടും താഴോട്ടും ഇങ്ങനെ ചെറുതായിട്ടൊന്ന് അനങ്ങും, അത്രേ ഉള്ളൂ കേട്ടോ. അതിൽ കയറി. ഞാൻ ചോദിക്കുന്നുണ്ട് തനിമോളെ പേടിയുണ്ടോ എന്നൊക്കെ. പിന്നെ ഇല്ലമ്മേ കുഴപ്പമില്ല എന്നും പറഞ്ഞിട്ട് അവൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യക്കുട്ടൻ പിച്ച വെച്ച് നടക്കുവാണ്. ആദ്യക്കുട്ടൻ ആ പടി പോലെ ഇരിക്കുന്നത് കണ്ടോ, അതിൻ്റെ മുകളിലാണ് ഇരിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടം. പിന്നെ അമ്മയാണ് ഈ ഒരു സംഭവത്തിൽ ആദ്യക്കുട്ടനെ ഇരുത്തി. ആദ്യക്കുട്ടൻ ഇരിക്കുന്നുണ്ട്, കുഴപ്പമില്ല. അത് കഴിഞ്ഞ് തനിമോൾ അവിടെ നിന്ന് ഇറങ്ങി ഓടി വന്നിട്ട് ഇവിടെ ഇതിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇരിക്കാനൊക്കെ. എന്നിട്ട് പറയണം അമ്മ എനിക്ക് അതിൽ കയറണം ഇതിൽ കയറണം എന്നൊക്കെ പറയണം കേട്ടോ. അങ്ങനെ അവസാനം പിന്നെ ഇറങ്ങുന്നില്ല തനു. ഞാൻ പറഞ്ഞു വാ നമുക്ക് പോവാന്നൊക്കെ പറഞ്ഞു, സമയമായി പോവാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇല്ല എനിക്ക് എവിടെ കയറണം എന്നൊക്കെയാണ് പറഞ്ഞു. പിന്നെ എങ്ങനെയൊക്കെയോ പറഞ്ഞു താഴെ വാ നമുക്ക് എന്തെങ്കിലും വാങ്ങാം, ടോയ്സൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേനും പുള്ളിക്കാരി പിന്നെ വരുവാണേ. പക്ഷേ ചെരുപ്പൊക്കെ ഇടുമ്പോഴും പുള്ളിക്കാരിയുടെ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും, കണ്ണൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു കേട്ടോ. ഞാൻ പിന്നെ പറഞ്ഞു വാ നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിയത് കണ്ടപ്പോഴത്തേനും വീണ്ടും നോക്കി നിന്നിട്ട് എങ്ങനെയൊക്കെ ഇറങ്ങി. അത് കഴിഞ്ഞ് നമ്മൾ താഴത്തെ ഫ്ലോറിൽ വന്നു. അവിടെ വന്നപ്പോഴത്തേനും ഇങ്ങനത്തെ കളർഫുള്ളായിട്ടുള്ള ഡബ്ബകളൊക്കെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഡബ്ബകൾ വാങ്ങാനും കാണാനും ഒക്കെ. അങ്ങനെ പിന്നെ അവിടെ കുറച്ച് നേരം അമ്മ വന്നല്ലോ, നമ്മൾ നേരത്തെ പോയിട്ടുണ്ട്, അമ്മ ആദ്യമായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് കുറച്ച് നേരം അവിടെ ഒന്ന് അമ്മേനെ ഒന്ന് കാണിച്ചു. അതിനകത്തുള്ള എൻ്റെ പൊന്നേ ഇഷ്ടം പോലെ സാധനങ്ങൾ കേട്ടോ. ഇച്ചിരി റേറ്റ് ഉണ്ടെന്നേ ഉള്ളൂ, എല്ലാം നല്ല അടിപൊളി സാധനങ്ങളാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയതുള്ളൂ, നമ്മളിത് വാങ്ങാനൊന്നും പോയില്ല. അത് കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഇങ്ങനെ മസാജ്, ഞങ്ങൾ കഴിഞ്ഞ വട്ടം പോയപ്പോൾ കയറിയായിരുന്നു, അപ്പോൾ അതിൽ കയറണം എന്നാഗ്രഹം. അപ്പം അവിടുത്തെ സാറാണേ തനിമോൾക്ക് അതിൽ പോകണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വാശിയായിരുന്നു. അപ്പോഴത്തേന് സാറ് പറഞ്ഞു മോളെ ഞാൻ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരനാണ് അങ്ങനെ കൊണ്ടുപോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ അവരുടെ പിന്നാലെ പോയി, വീഡിയോ എടുക്കുമല്ലേ, അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവരുടെ പിന്നാലെ പോയി. റിട്ടേൺ അവർ തിരിച്ച് കയറി, ഞാനും അവരോട് കയറി കേട്ടോ. പുള്ളിക്കാരനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ. തനിമോളുടെ അടുത്ത് പേരൊക്കെ ചോദിക്കുക, സംസാരിക്കുക. അവിടുത്തെ സ്റ്റാഫുകളാണെങ്കിലും എല്ലാവരും തനിമോളടുത്ത് സംസാരിച്ചു. അതൊക്കെ കഴിഞ്ഞു.
നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ വന്നപ്പോഴത്തേക്കിന് ഇതേപോലെ ക്ലിപ്പുകളും കളർഫുള്ളായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ കുറേ ക്ലിപ്പുകളൊക്കെ മാത്രമേ നമ്മൾ വാങ്ങിയുള്ളൂ, വേറെ ഒന്നും നമ്മൾ വാങ്ങിയില്ല. അത് കഴിഞ്ഞൊരു ഓട്ടോ പിടിച്ചു. അത് കഴിഞ്ഞ് നേരെ നമ്മുടെ കൊട്ടാരക്കര KSRTC ബസ് സ്റ്റാൻഡിലോട്ടാണ് വന്നത്. വന്നപ്പോൾ തന്നെ തനുമോൾ കരച്ചിൽ തുടങ്ങി, എനിക്ക് വെള്ളം വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പുള്ളിക്കാരിക്ക് വേറെന്തോ ജ്യൂസാണ് വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീട്ടിൽ പോകണം എന്നുള്ളത് കൊണ്ട് നമ്മൾ ബോട്ടിലെ വെള്ളം വാങ്ങി. അപ്പോൾ KSRTCയിൽ നോക്കിയപ്പോൾ ഭയങ്കര തിരക്ക്. അപ്പോൾ നമ്മൾ തിരിച്ച് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ വന്നു. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ വന്നപ്പം നമ്മുടെ തനുമോൾ ആ മാളിൽ നിന്നൊരു ഒരു മിഠായിയാണ് അതിനകത്ത്, അത് വാങ്ങി. പക്ഷെ അത് എങ്ങനെയാണ് തുറക്കേണ്ടത്, അതെങ്ങനെയാണ് മിഠായി പുറത്ത് വരുന്നതെന്ന് ഞാനും തരുമ്പോഴും മാറി മാറി നോക്കിയിട്ട് നമുക്കൊന്നും മനസ്സിലായില്ല. കുട്ടി തിരിച്ചു മേടിച്ച് അവിടെ നിൽക്കുന്നുണ്ട് ഇവിടെ നിൽക്കുന്നുണ്ട് ഒന്നും നടന്നില്ല കേട്ടോ. അങ്ങനെ പിന്നെ ആ ബസ് എടുത്തു, നമ്മൾ പെട്ടെന്ന് വീട്ടിലെത്തി.